എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് മഴ തോരു മുൻപേ എന്ന സീരിയലിന്റെ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അലീനയ്ക്ക് രോഹിത്തിനോടുള്ള കെയറിങ്ങും സ്നേഹവും എല്ലാം കാണുമ്പോൾ രോഹിത്തിന് ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട്. തന്നെ ഇത്രയും നന്നായി നോക്കുന്ന ഇതേ അലീനയാണല്ലോ താൻ ഒരുപാട് വേദനിപ്പിച്ചതും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നോക്കിയതും. അങ്ങനെ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അലീനയോട്. പക്ഷേ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഇപ്പൊ എന്നെ ശ്രദ്ധിക്കുന്നതും എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും അലീനയാണ്. ഇവരോട് ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്റെ മനസ്സിൽ ഈ കോംപ്ലക്സ് ഒരിക്കലും അവരോട് മാപ്പ് ചോദിക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. എങ്ങനെ ഞാൻ അവരോട് മാപ്പ് ചോദിക്കും? അവരെനിക്ക് ചെയ്തു തന്ന കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ അവരോട് മാപ്പ് ചോദിച്ചാൽ പോലും മതിയാവില്ല എന്നെല്ലാം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് രോഹിത്. ഇതേ സമയം അലീന രോഹിത്തിന് വേണ്ടി മരുന്നെടുത്ത് കൊടുക്കുന്നുണ്ട്. രോഹിത് ആണെങ്കിൽ അലീനയുടെ മുഖത്തോട്ട് തന്നെ നോക്കിയിരിക്കുകയാണ്. അതേസമയം കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, നീ എന്താ കരയുന്നത്? എന്തു പറ്റി നിനക്ക്? ഓരോന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കണ്ട, ഞാനില്ലേ നിന്റെ കൂടെ എന്നെല്ലാം പറയാണ്. ഇതേ സമയം രോഹിത് ഒന്നും തന്നെ മിണ്ടാതെ മരുന്ന് വാങ്ങി കുടിച്ച് അതേപോലെ കിടക്കുന്നുണ്ട്. എന്നാ രോഹിത്തിന്റെ കരച്ചില് രോഹിത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. തന്നോട് ഇത്രയും വലിയ തെറ്റ് ചെയ്ത ആള് തന്നെ ഇത്രയും നന്നായി നോക്കുന്നു. എന്റെ സ്വന്തം പെങ്ങന്മാര് പോലും എന്റെ ഈ അവസ്ഥയിൽ എന്റെ കൂടെ നിൽക്കുന്നില്ലല്ലോ. എന്റെ കൂടെ നിൽക്കുന്നത് ഈ വീട്ടിലെ വേലക്കാരിയായിട്ടുള്ള ഒരാളാണ്. എന്നാ അവർക്ക് എന്നോടുള്ള സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. ഒരുപാട് ഇവരെ ഉപദ്രവിച്ച എന്നോട് തന്നെ ഇവർ ഇത്രയും സ്നേഹം കാണിക്കുന്നതിനുള്ള കാരണം എന്താണ് എന്നെല്ലാം ചിന്തിച്ചു കൂട്ടുന്നുണ്ട് രോഹിത്. എന്നാ വൈജയ്ക്കാണെങ്കിൽ അലീന ഈ കാര്യങ്ങളെല്ലാം മരത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും രോഹിത്തിനെ നോക്കുന്നതും ഒന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അലീനയോട് വൈജ വന്ന് പറയുന്നുണ്ട്, എടി നീ ഇവന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടെന്ന് വെച്ച് നീ വലിയ അധികാരമൊന്നും അവനോട് കാണിക്കാൻ നിൽക്കണ്ട. ഒരു ഹോം നേഴ്സ് മാത്രമാണ് നീ. ഹോം നേഴ്സിന് കൊടുക്കേണ്ട പൈസ നിനക്ക് ഞങ്ങൾ തരുന്നുണ്ട്. അതുകൊണ്ട് നീ വലിയ അധികാരമൊന്നും കാണിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. അലീന ഇതൊന്നും തന്നെ ചെവിക്കൊള്ളുന്നില്ല. അവരവിടെ എന്തു വേണോ പറഞ്ഞോട്ടെ എന്നുള്ളൊരു മൈൻഡിലാണ് അലീന നടക്കുന്നത്. വൈജ പറയുന്നുണ്ട്, എന്താടി നിന്റെ വായില് നാക്കിറങ്ങിപ്പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതിനൊരു അധികാരവും കാണിക്കുന്നില്ലല്ലോ. എനിക്ക് ആരുടെ മേലും ഒരു അധികാരവും എനിക്ക് വേണ്ടതാനും എന്ന് പറയാണ്. നീ അങ്ങനെ വലിയ പുണ്യാളത്തി ആവൊന്നും വേണ്ട. നീ കൂടെ നടന്ന് എൻ്റെ മകനെ കൂടി നിന്റെ സൈഡിലാക്കാൻ പോവുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ അങ്ങനെ നിന്റെ ഭാഗത്തൊന്നും നിൽക്കില്ല. അവൻ്റെ അമ്മയാണ് ഞാൻ. എൻ്റെ ഭാഗത്ത് മാത്രമേ അവൻ എപ്പോഴും നിൽക്കുള്ളൂ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അതിനിപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ആരുടെ മേലും അവകാശം കാണിക്കാനോ ഒന്നിനും വരുന്നില്ല. ഞാൻ ചെയ്യുന്നതേ എൻ്റെ ജോലിയാണ്. പിന്നെ അവൻ എനിക്കെൻ്റെ അനിയനല്ലേ, അവനെ നോക്കേണ്ടതും എൻ്റെ തന്നെ കടമയല്ലേ എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, എന്തിന്റെ അടിസ്ഥാനത്തിലാ അവൻ നിന്റെ അനിയനായിരിക്കുന്നത്? അവനെ എന്റെ മകനാ, നീ എന്റെ മകളല്ലല്ലോ. നീ എന്റെ മകളാണെന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല എന്നെല്ലാം വൈജ പറയുന്നുണ്ട്. ഞാൻ ആരെടുത്തും ഒരു വഴക്കിനും വന്നില്ലല്ലോ. പിന്നെ എന്തിനാ എന്റെ പുറകെ നടന്നിങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ഞാൻ എന്റെ ജോലിയാണ് ചെയ്യുന്നത്. രോഹിതിനെ നോക്കേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ട് ആ കാര്യം ഞാൻ ചെയ്യുന്നേയുള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗംഗാധര മേനോൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഗംഗാധര മേനോൻ വരുന്നത് വൈജിയെയും രോഹിത്തിനെയും കാണാൻ വേണ്ടിയിട്ടാണ്. കയറി വരുന്ന വഴിക്ക് തന്നെ അലീനയും വൈജിയും തമ്മിലുള്ള അടിയാണ് കാണുന്നത്. ഇത് എപ്പോഴും ഇവിടെ സ്ഥിരമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഗംഗാധര മേനോൻ. അലീന പറയുന്നുണ്ട്, ഞാൻ ഒരു വഴക്കിന് പോയിട്ടില്ല അങ്കിൾ. വെറുതെ എന്നോട് ഇങ്ങോട്ടേക്ക് വഴക്കുണ്ടാക്കാൻ വരുന്നത് ഈ മാഡമാണ് എന്ന് പറയുമ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, എന്താ വൈജയെ, വെയ്യെങ്കിലും നിനക്കൊന്ന് മിണ്ടാത്തൊരു ഭാഗത്ത് ഇരിക്കാൻ കഴിയില്ലേ? എന്തിനാ നീ ഇങ്ങനെ എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്? ഈ വീട്ടിലെ ക്രമസമാധാനം ഇല്ലാണ്ടാക്കുന്നത് എന്തിനാ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. വൈജ പറയുന്നുണ്ട്, അതിനിപ്പോ ഞാനാണോ ഈ വീട്ടിൽ സമാധാനം ഇല്ലാതാകുന്നത്? ഇവളല്ലേ, ഇവൾ ഈ വീട്ടിൽ നിന്ന് എന്നിറങ്ങി പോകുന്നോ അന്ന് ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവൂ, സന്തോഷം ഉണ്ടാവൂ. എന്റെ മോനെ ഇങ്ങനൊരു അവസ്ഥ വരാനും കാരണം ഇവള് തന്നെയാ. ഇവള് കൂടെ നടന്നും കൂടെ ഇരുന്നും കിടന്നും എല്ലാം അവനെ പാട്ടിലാക്കാൻ നോക്കുകയാണ് എന്ന് പറയുമ്പോൾ ഗംഗാധരമേനോ പറയുന്നത്, നിർത്തിരി, എന്തൊക്കെ വാക്കുകളാ നിന്റെ വായിൽ നിന്ന് നീ വരുന്നത്? അലീന അത്തരത്തിലുള്ള ഒരു പെണ്ണൊന്നും അല്ല. അവനെ നോക്കുന്നുണ്ടെങ്കിൽ സ്വന്തം അനിയനെ പോലെ കണ്ടിട്ടാണ്. അവളുടെ അനിയൻ തന്നെയാണ് രോഹിത് എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, രോഹിത് എങ്ങനെയാ അവളുടെ അനിയനാവുന്നത്? അവൻ എൻ്റെ മകനാ. എനിക്ക് എൻ്റെ മകളല്ലല്ലോ. ബാലചന്ദ്രനുണ്ടായ മകള് ഒരിക്കലും എൻ്റെ മകളാവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ
രോഹിത് ഒരിക്കലും അലീനയുടെ അനിയനും അല്ല എന്നെല്ലാം പറയുമ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, കഴിഞ്ഞ കാര്യങ്ങളൊന്നും നീയും മറക്കണ്ട വൈജയ്, നിന്റെ കഴിഞ്ഞ കാലങ്ങളൊന്നും ആർക്കും അറിയില്ലെന്ന് നീ വിചാരിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വൈജ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്തിനാ ഇപ്പോ ഗംഗേട്ട ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവളുടെ മുന്നിൽ വെച്ച് പറയുന്നത് എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് വൈജ. ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, കഴിഞ്ഞ കഥകളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, നീ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. വെറുതെ അലീനയോട് വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട. ഞാൻ ഏതായാലും രോഹിത്തിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഗംഗാധരമേനോൻ രോഹിത്തിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഗംഗാധരമേനോൻ ചെല്ലുമ്പോൾ രോഹിത്ത് ബെഡിൽ കിടക്കുകയാണ്. രോഹിത്തിന്റെ അടുത്ത് ചെന്നിരുന്ന് ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് രോഹിത്ത്. ഒട്ടും തന്നെ സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് പോലെയാണ് രോഹിത്തിന്റെ മറുപടി. ഗംഗാധരമേനോൻ ചോദിക്കുന്നുണ്ട്, നീ വിഷമിക്കൊന്നും വേണ്ട, നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഇനി നിന്റെ ഈ ചീത്ത കൂട്ടുകെട്ടുകളൊന്നും വേണ്ട. നീ നല്ലൊരാളായി നന്നായി ജീവിക്കാൻ നോക്ക്. ചീത്ത കൂട്ടുകെട്ടുകളെല്ലാം മാറ്റി നല്ല സന്തോഷത്തോടെ ജീവിക്കും എന്നെല്ലാം പറയാണ്. ഒട്ടും താല്പര്യമില്ലാത്തത് പോലെയാണ് രോഹിത് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, നിന്റെ കൂടെ എന്ത് കാര്യത്തിനും ഞങ്ങളുണ്ട്. നിന്റെ ഈ ചീത്തപ്പേരെല്ലാം നിനക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ആൾക്കാരെ കൊണ്ട് നീ നല്ലവനാണെന്ന് പറയിക്കാൻ നിനക്ക് ഉറപ്പായും കഴിയും എന്നെല്ലാം പറയുന്നുണ്ട് ഗംഗാധരമേനോൻ. ഇതേ സമയം അലീന അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, രോഹിത്തിനെ ഒരു മിടുക്കനാക്കി എടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു അങ്കിളെ എന്ന് പറയുമ്പോൾ രോഹിത്ത് അലീനയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. നിന്നെ എനിക്ക് വിശ്വാസമാണ് മോളെ, നീ ഉറപ്പായും ഈ കുടുംബത്തെ ഈ പ്രതിസന്ധിയിൽ നിന്നെല്ലാം തരണം ചെയ്ത് കൊണ്ടുവരുന്ന എനിക്ക് ഉറപ്പുണ്ട്. രോഹിത്ത് ഇന്നിവിടെ ഉണ്ടെങ്കിൽ അതിന് കാരണം നീ തന്നെയല്ലേ. നീ ഒരു മിടുക്കി ആയതുകൊണ്ട് മാത്രമാണ് ഈ കുടുംബം ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. അല്ലെങ്കിൽ ഇത് എന്നേ തകർന്നു പോയേനെ എന്ന് പറയുമ്പോൾ വൈജ പെട്ടെന്ന് കയറി വന്ന് പറയുന്നുണ്ട്, ഇവളുള്ളോണ്ട് ഈ കുടുംബം നിലനിന്ന് പോകുന്നെന്നോ? എന്തിന്റെ അടിസ്ഥാനത്തിലാ ചേട്ടൻ ഇതെല്ലാം പറയുന്നത്? ഇവളുള്ളത് കാരണം ഈ കുടുംബം ഇങ്ങനെയൊക്കെ ആയത്. ഇവളാണ് ഈ നാശത്തിനെല്ലാം കാരണം. ഇവളെ എന്ന് ഇവിടുന്ന് ആട്ടി പുറത്താക്കുന്നോ അന്ന് നന്നാവും എല്ലാവരും എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൈജയുടെ സംസാരം കേൾക്കുന്ന സമയത്ത് ഗംഗാധരമേനോന് ദേഷ്യം വരുന്നുണ്ട്. ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, നീ നിന്റെ മുറിയിലോട്ട് പോ വൈജയ്, ഞാൻ അങ്ങോട്ടേക്ക് വരാം. എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വെറുതെ ഇങ്ങനെ വഴക്കുണ്ടാക്കാനായിട്ട് നിൽക്കരുതെന്ന്. നീ ഈ വഴക്കുണ്ടാക്കിയാൽ നിനക്ക് ഒരു രക്ഷയും ഉണ്ടാവില്ല. നിന്റെ ജീവിതം താറുമാറാവാൻ പോകുന്നതേ ഉള്ളൂ. നീ ഇപ്പോൾ തൽക്കാലം നിന്റെ മുറിയിലോട്ട് ചെല്ല്, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം എന്ന് പറയുന്നുണ്ട്. വൈജ ഞാനിപ്പോ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയമാണ് കൃഷ്ണമോള് കയറി വരുന്നത്. ആങ്കിൾ എപ്പോഴാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, ഞാനിപ്പോ വന്നേ ഉള്ളൂ മോളെ, നിനക്കിന്ന് ക്ലാസ് ഇല്ലേ? ഉണ്ടെങ്കിലേ ഞാൻ പോവാൻ വേണ്ടി തുടങ്ങി തന്നെയാ, ഞാൻ അലീന ചേച്ചി ഒന്ന് കാണാൻ വന്നതാ എന്ന് പറയുന്നുണ്ട്. അലീന ചേച്ചി എനിക്കുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെന്താ മോളെ, അതെല്ലാം ഞാൻ റെഡിയാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട്, നീ എടുത്തു പൊക്കോ എന്ന് പറയാണ്. ഇതേ സമയം കൃഷ്ണമോള് എന്നാ ശരി ചേച്ചി ഞാൻ പോവാണെന്ന് പറഞ്ഞോണ്ട് എന്നാ ശരി ചേച്ചി ഞാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് പോകുന്നുണ്ട്. ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, മോളെ നീ ഇപ്പൊ എല്ലാവരും കാര്യം നോക്കുന്നതുകൊണ്ടാ ഈ കുടുംബം ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. അത് ആ മണ്ടത്തിക്ക് അറിയില്ല, അവൾക്ക് അറിയില്ലല്ലോ കഴിഞ്ഞ കാര്യങ്ങളൊന്നും എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്നാണ് രോഹിത് അവിടെ കിടക്കുന്ന കാര്യം ഗംഗാധരമേനോൻ ഓർക്കുന്നത്. പെട്ടെന്ന് തന്നെ സംസാരം നിർത്തുന്നുണ്ട് ഗംഗാധരമേനോൻ. അലീന പറയുന്നുണ്ട്, അങ്കിളിന് ഞാൻ കാപ്പി എടുക്കാം, അങ്കിള് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, ഞാനൊന്ന് വൈജയെ കാണട്ടെ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വൈജയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് ഗംഗാധരമേനോൻ. അതിനുശേഷം ഗംഗാധരമേനോൻ ചെല്ലുമ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞോ അവിടുത്തെ അവളെ പുകഴ്ത്തി പറച്ചിലെല്ലാം എന്ന് ചോദിക്കുകയാണ്. ഞാൻ അവളെ പുകഴ്ത്തി പറഞ്ഞതൊന്നുമല്ല, അവളുള്ളോണ്ടാ ഇപ്പൊ വലിയ കുഴപ്പമില്ലാതെ പോകുന്നത്. ഇല്ലെങ്കിൽ നിന്നെ ആര് നോക്കുമായിരുന്നു? രോഹിത്തിനാര് നോക്കും? ഈ കുടുംബം എങ്ങനെ ഇങ്ങനെ നിന്ന് പോവും എന്ന് പറയുന്ന സമയത്ത് വൈജ പറയുന്നുണ്ട്, അവള് കാരണമല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്, ഇതൊക്കെ ഉണ്ടായത് അവള് കാരണം. പിന്നെ എങ്ങനെയാ അവളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എന്ന് പറയുന്നത്? നിങ്ങളൊക്കെ തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ് അവളേനെ, നിങ്ങൾക്കൊക്കെ എന്ത് കൈവശം അവള് തന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വൈജ. വൈജയെ നിനക്കറിയാത്ത പല കാര്യങ്ങളും ഉണ്ട്, അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഈ അവസ്ഥയിൽ നിന്നും വീണ്ടും നീ താഴോട്ട് പോവും. അതുകൊണ്ടാണ് ആരും ഒന്നും നിന്നോട് പറയാത്തത്, നീ അതൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കരുത് എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ നിന്റെ കഴിഞ്ഞ കാലങ്ങളൊന്നും നിന്റെ കഴിഞ്ഞ കാലം നീ മറന്നിട്ടില്ലല്ലോ അല്ലേ? അതെല്ലാം നിന്റെ മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും. ഇന്ന് ബാലചന്ദ്രൻ ഇങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ തെറ്റ് നീയും ചെയ്തിട്ടുണ്ട്. അത് നിനക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടല്ലോ അല്ലേ? അലീനയെ നീ നിന്റെ സ്വന്തം മകളെ പോലെ തന്നെ കാണണം. അത് ബാലചന്ദ്രന്റെ മകളാണെന്ന് ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ നീ നിന്റെ സ്വന്തം മകളായിട്ട് തന്നെ കാണണം. നീ അവളെ സ്വന്തം മകളായി കണ്ടാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ.
അതുകൊണ്ട് നീ ശ്രദ്ധിച്ച നിനക്ക് തന്നെ കൊള്ളാം എന്ന് പറയാണ്. അവളെ ഞാൻ മകളായി കാണാനോ മറ്റാരെ ഞാൻ എൻ്റെ സ്വന്തം മകളായി കണ്ടിട്ടുണ്ടെങ്കിലും ഒരിക്കലും അലീനയെ മാത്രം ഞാൻ എൻ്റെ സ്വന്തം മകളായി കാണില്ല. കാരണം ഇന്ന് എൻ്റെ കുടുംബം ഇങ്ങനെയൊക്കെ ആവാൻ കാരണം അവൾ തന്നെയാ എന്നെല്ലാം പറയുന്നുണ്ട്. ശേഷം ബാലചന്ദ്രന്റെ അടുത്തോട്ടാണ് ഗംഗാധരമേനോൻ പോകുന്നത്. രോഹിത് പെട്ടെന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി നീക്കുന്നുണ്ട്. എന്നാൽ മുറിയിലാണെങ്കിൽ വെള്ളമൊന്നും കാണുന്നില്ല. രോഹിത് പതിയെ നടന്ന് കിച്ചണിലോട്ട് വെള്ളം എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതേ സമയത്താണ് ഗംഗാധരമേനോനും ബാലചന്ദ്രനും തമ്മിലുള്ള സംസാരം രോഹിത് കേൾക്കാൻ ഇടയായിട്ടുള്ളത്. ഗംഗാധരമേനോൻ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ബാലേന്ദ്ര, സംഭവമൊക്കെ ശരി തന്നെ, അവളുടെ ഭാഗത്ത് വലിയ തെറ്റ് തന്നെയാണ് പറ്റിയിട്ടുള്ളത്. പക്ഷേ ഇനി കുടുംബം തകരാതിരിക്കാൻ നീയും കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ. നീ ഒരിക്കലും ഇനി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, വൈജിയായിട്ട് ഒരു വഴക്കിനും പോകരുത് എന്ന് പറയാണ്. ഞാനാണ് ഇപ്പോൾ വഴക്കെല്ലാം ഉണ്ടാക്കുന്നത്? അവളല്ലേ ഓരോ പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്, അല്ലാതെ ഞാനോ അലീനയോ ആരും തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അവളായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അടി ഉണ്ടാക്കുന്നു. എന്നിട്ടിപ്പോൾ കുറ്റം എനിക്കും അലീനയ്ക്കുമാണല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അവൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാണ് അവൾ ഓരോ മണ്ടത്തരങ്ങളെല്ലാം വിളിച്ചു പറയുന്നത്. അതൊന്നും നിങ്ങൾ ആരും കാര്യമാക്കരുത് എന്ന് പറയാണ്. എന്ത് കാര്യമാക്കരുതെന്നാ? അവൾ എന്നെ ചതിച്ചത് ഞാൻ കാര്യമാക്കരുതായിരിക്കും അല്ലേ? അവൾക്കൊരു കുഞ്ഞുള്ളത് എന്നിൽ നിന്ന് മറച്ചു വെച്ചത് ഞാൻ കാര്യമാക്കരുതായിരിക്കും അല്ലേ എന്നെല്ലാം പറയാണ്. അങ്ങനെയല്ല, അലീന അവളുടെ മകളാണെന്ന് അറിഞ്ഞാൽ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അതവൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നെല്ലാം പറയുമ്പോൾ ഇത് പെട്ടെന്ന് രോഹിത് കേൾക്കുന്ന സമയത്ത് രോഹിത്തിനാകെ ഷോക്കായി പോകുന്നുണ്ട്. അലീന അമ്മയുടെ മകളാണെന്നോ? ഇവരിത് എന്തൊക്കെയാ പറയുന്നത് എന്ന് പറയുന്നുണ്ട് രോഹിത്. വൈജയുടെ ഭാഗത്തു നിന്ന് നോക്കിയാൽ അവളുടെ ഭാഗത്ത് തെറ്റൊന്നും കാണാൻ പറ്റില്ല. കാരണം അന്ന് അവൾക്ക് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായ കാര്യം അവൾക്ക് അറിയില്ല. ആ കുഞ്ഞ് മരിച്ചു പോയി എന്നാണ് അവളെല്ലാവരും പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. അതിനുശേഷം അവളെ നിർബന്ധിച്ച് ഒരു വിവാഹം കഴിപ്പിക്കുകയായിരുന്നു. അവളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവളുടെ ഭാഗത്തും ശരി തന്നെയല്ലേ ഉള്ളത് എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ വന്ന് നിങ്ങൾ പെങ്ങളെ സപ്പോർട്ട് ചെയ്യാനും തുടങ്ങിയല്ലേ? അവൾ ചെയ്തത് ഇപ്പൊ തെറ്റായിരിക്കില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. അവൾ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഇത്രയും നാളും അവൾ ചെയ്തുകൊണ്ടിരുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷേ ബാലചന്ദ്രൻ അതെല്ലാം ക്ഷമിക്കണം. ഇനി നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവാതെ നോക്കണം. അലീനയെ വൈജു ഉൾക്കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ അവളുടെ മകളാണ് അലീന എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വൈജയ്ക്ക് അത് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നും അറിയില്ല. അവളെന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ, പിന്നെ ഇത്രയും നാളും അലീനയെ ഉപദ്രവിച്ചത് ഓർത്ത് അവൾ എന്തെങ്കിലും ചെയ്താലോ എന്നെല്ലാം ഉള്ള പേടിയാണ് ഞങ്ങൾക്ക് എന്ന് ഗംഗാധരമേനോൻ പറയുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളെ കുറിച്ച് ആലോചിച്ച് മാത്രമാണല്ലോ പേടിയും വിഷമവും എല്ലാം ഉള്ളത്. മറ്റുള്ളവർക്കും ജീവിതമുണ്ട്. ആ അലീനയുടെ ജീവിതം നശിപ്പിച്ചതും എൻ്റെ ജീവിതം നശിപ്പിച്ചതും നിങ്ങളുടെ ഒരു പെങ്ങള് മാത്രമാണ്. അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, ശരി, ഞാൻ എന്ത് പറഞ്ഞാലും അതൊന്നും നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാൻ പോകുന്നില്ല, ഞാൻ തൽക്കാലം പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാധരമേനോൻ പോരുന്നുണ്ട്. ഇതേ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് രോഹിത്. താൻ ഇത്രയും നാളും ക്രൂശിച്ചതും ഉപദ്രവിച്ചതും പീഡിപ്പിക്കാൻ ശ്രമിച്ചതും എല്ലാം തൻ്റെ സ്വന്തം ചേച്ചിയായിരുന്നു എന്നുള്ള സത്യം ഒരിക്കലും ഉൾക്കൊള്ളാൻ രോഹിത്തിന് കഴിയുന്നുണ്ടായിരുന്നില്ല. രോഹിത് കിച്ചണിലോട്ട് നടന്നു പോകുന്ന സമയത്ത് അലീന അവിടെ നിന്ന് ഫുഡെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇത് അലീനയെ കുറെ നേരം നോക്കി നിൽക്കുന്നുണ്ട് രോഹിത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി? നീ എന്താ അവിടെ വന്ന് നിൽക്കുന്നേ? നിന്റെ കണ്ണിന്നൊക്കെ വെള്ളം വരുന്നത് എന്താ? നീ കരയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് രോഹിത് കണ്ണെല്ലാം തുടയ്ക്കുന്നുണ്ട്. ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ വേദന വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് രോഹിത്. എന്തിനാ നീ ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് വെള്ളം വേണം, അതെടുക്കാൻ വേണ്ടി വന്നതാ എന്ന് പറയുന്നുണ്ട്. ഇന്ന് എവിടെ നിൽക്ക്, ഞാനിപ്പോൾ വെള്ളം എടുത്തോണ്ട് വരാം എന്ന് വിളിച്ചാൽ പോരായിരുന്നോ? ഞാൻ അങ്ങോട്ടേക്ക് വെള്ളം കൊണ്ട് വരില്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീന വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതേ സമയം അലീനെ തന്നെ നോക്കി നിന്നുകൊണ്ട് രോഹിത് ഉള്ളിൽ പൊട്ടി കരയുന്നുണ്ട്. എൻ്റെ സ്വന്തം ചേച്ചിയോട് ഞാൻ ചെയ്ത ക്രൂരതകൾ എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ വിങ്ങി പൊട്ടുന്നുണ്ട് രോഹിത്. ശേഷം അലീന വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് രോഹിത്തിന്. ഇതേ സമയം അങ്ങോട്ടേക്ക് ഗംഗാധര മേനോൻ വരുന്നുണ്ട്. മേനോൻ അലീനയോട് പറയുന്നുണ്ട്, ഞാൻ പോവാ മോളെ, പിന്നെ എപ്പോഴെങ്കിലും വരണ്ടേ, ഈ നാട്ടിൽ വരുന്ന സമയത്ത് വരാൻ കേട്ടോ. നീ ഈ കുടുംബത്തെ നന്നായി നോക്കണം, ഒരു പ്രശ്നങ്ങളും ഈ കുടുംബത്തിൽ ഉണ്ടാവാതെ നീ ശ്രദ്ധിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, അങ്കിൾ പോയിക്കോളൂ, ഒരു പ്രശ്നമില്ലാതെ ഞാൻ നോക്കിക്കോളാം എന്നെല്ലാം പറയാണ്. ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഇനി വരുന്ന എപ്പിസോഡിൽ അലീനയും
രോഹിത്തും തമ്മിലുള്ള സ്നേഹവും കെയറിങ്ങും എല്ലാമാണ് വരാൻ പോകുന്നത്. അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്.